ഹായ് ഗൈസ്, എല്ലാവരും ഇന്നലെ ടാറ്റ IPL കാണുന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിലെ പിച്ച് റിപ്പോർട്ടും വെതറുമാണ് ഞാൻ പറയുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ പിച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ്. അതുകൊണ്ട് വിത്ത് റിയൽ ബൗൺസ് ആൻഡ് പേസുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വെതർ എന്ന് പറയുന്നത് 36-29 ഹോട്ട് ആൻഡ് ഹ്യൂമിഡാണ് കൊൽക്കട്ടയിൽ കാണുന്നത്. പിന്നീടുള്ളത് മത്സരത്തിൽ കൊൽക്കട്ട വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പിന്നിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആയിരിക്കണമെന്നാണ്. ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കും എന്നുള്ള സംശയമില്ല. പക്ഷേ കൊൽക്കട്ടയ്ക്കും പഞ്ചാബിനുമെതിരെ ഹെഡ് ടു ഹെഡിൽ പഞ്ചാബ് ഇപ്പോഴും താഴെയാണ്. കൊൽക്കട്ടയ്ക്ക് 21 മത്സരങ്ങളുള്ളപ്പോൾ പഞ്ചാബിന് 13 എണ്ണമാണുള്ളത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബിന് ഗുണമായിരിക്കും. 13 എണ്ണത്തിൽ 14 വിജയം നേടാൻ പഞ്ചാബിൽ ഇറങ്ങുമ്പോൾ ടീം എങ്ങനെയാണ് ഇറങ്ങുക എന്ന ചോദ്യമുണ്ട്. റിയാൻ ഷാജിയും പ്രഭു സിംഹാനും തന്നെയായിരിക്കും അവർ. ചിലപ്പോൾ ക്ലെൻ മാക്സ്വെലിനെ ഇമ്പാക്റ്റ് ആക്കിയേക്കാം. ശശാങ്ക് സിംഗ് നല്ല രീതിയിലുള്ള ഫോമിലാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫിൽ കയറുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർത്തുന്നതിൽ കാര്യമില്ല. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും ഗുണം ചെയ്യും. യുസ്വേന്ദ്ര ചഹൽ ഇന്നും ടീമിലുണ്ടായിരിക്കും. ശ്രേയസ് അയ്യർ ഇന്ന് ഫോം അയക്കും. മാർക്കോ ചാൻസൺ രീതിയിൽ ബൗൾ ചെയ്യാനായാൽ ടീമിന് അത് ഗുണകരമായിരിക്കും. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ തന്നെ കൊൽക്കട്ടയ്ക്ക് സ്പിന്നിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് കൊൽക്കട്ട വിചാരിക്കുന്നതും സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ഇന്ന് കുറച്ച് സ്പിന്നും ടേൺ വേണമെന്നാണ്. അത് അങ്ങനെ തന്നെ നീങ്ങാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹൈ സ്കോർ 262 എന്നൊരു ഉത്തരം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. 262 റൺസാണ് ഇവിടെ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് പിന്നീട് ചേസിന് ആർക്കും ആവുകയില്ല. പഞ്ചാബ് കിങ്സാണ് നേടിയത്. ഇന്ന് പഞ്ചാബ് കിങ്സ് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തിൽ പ്രസക്തിയില്ല. പഞ്ചാബ് കിങ്സ് നല്ല ഫോമിൽ തുടരുകയാണ്. കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഇപ്പോഴും 6 പോയിൻറ്റ്സുമായി 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്ന് വിജയിക്കാനായാൽ അത് അവർക്ക് ഗുണം ചെയ്യും. പക്ഷേ അജിങ്ക്യ രഹാനെ ടീം എങ്ങനെ ഇറങ്ങുന്നത് എന്നൊരു ചോദ്യത്തിൽ ഉത്തരവുണ്ട്. രാമുള്ള ഗബാസ് ഓർ കൊണ്ടൻ ഡിക്കോക്ക് അല്ലെങ്കിൽ ആരായിരിക്കും സ്ഥാനം എന്ന് ചോദിച്ചാൽ 1 ടൗണായി അജിങ്ക്യ രഹാനെ തന്നെ ആയിരിക്കും ഇറങ്ങുക. അതിനുശേഷം രഘുവംശിയും അതിനുശേഷമായിരിക്കും നല്ല രീതിയിലുള്ള കാഴ്ചകൾ പ്രകടനം വയ്ക്കുന്നതാകുക. ഗുജറാത്തിനോടുള്ള മത്സരത്തിൽ ഇമ്പാക്റ്റായി 8ാം സ്ഥാനത്ത് രഘുവംശി ഇറക്കിയിട്ട് പോലും വിജയത്തിലെത്തിക്കാനില്ല. പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോഴത്തെ ഫോമിൽ നിലനിൽക്കുന്നുണ്ട്. നാളത്തെ മത്സരത്തിൽ നമുക്കൊന്ന് എടുത്തു നോക്കേണ്ട തന്നെയുണ്ട് മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസും. മുംബൈ ഇന്ത്യൻസ് നല്ല ഫോമിലാണ്. ലക്നൗ സൂപ്പർ ജയൻസ് ഫോം ഔട്ടായി തന്നെ നിലനിൽക്കുന്നു. ലക്നൗ ആണ് മുംബൈ ആണ് പ്ലേസിൽ കയറുക. ഇന്ന് പഞ്ചാബ് വിജയിക്കുമോ ഇല്ലയോ? യുസ്വേന്ദ്ര ചഹൽ പഞ്ചാബിൽ തന്നെ വിക്കറ്റ് നേടിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആർക്കായിരിക്കും അതിൽ ഗുണം ചെയ്യുക? ഇന്ന് യുസ്വേന്ദ്ര ചഹൽ 4 വിക്കറ്റ് നേടുന്നതിൽ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആൻഡ്രൂ റസൽ നല്ല ഫോമിൽ തുടരുന്നുണ്ട്. ഇനി റുക്മാൻ ബോവലാണോ ടീമിൽ ഇടം പിടിക്കുക എന്ന് ചോദിച്ചാൽ അതിന് സ്ഥാനമില്ല. രാജസ്ഥാനും ചെന്നൈയും ഏകദേശം പുറത്തായ രീതിയിൽ തന്നെ കിടക്കുന്നു. താങ്ക് യു.